Hello and welcome to another episode of Live by IAS Factor. ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സോ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ കുറിച്ചൊരു ചോദ്യം. വിത്ത് റെഫറൻസ് ടു ദി കോർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. സോ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് എ ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ, മീനിങ് the data is stored in a central server and accessed by multiple parties. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രശ്നം എന്താണെന്നറിയാവോ? നമ്മൾ ബ്ലോക്ക് ചെയിനെ കുറിച്ച് പഠിച്ചു വെക്കുന്ന ഒരു ഫാക്ട് തുടക്കത്തിൽ തന്നെ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ എന്നുള്ളത്. അപ്പൊ അവിടെ വെച്ച് തന്നെ ഞാൻ പറയുന്നത് എക്സാം ഹോളിലെ സിറ്റുവേഷനാണ്. അവിടെ വെച്ച് തന്നെ ഒരു ആസ്പിരന്റ് കൺസിഡർ ചെയ്ത് തുടങ്ങും, ഇത് കറക്റ്റ് ആണ്. ഈ ഈ ഒരു തോന്നൽ, ഈ ടൈപ്പിൽ സെന്റൻസ് ഒരു ഫ്രെയിം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ വിഷയം അതാണ്. അതായത് നമ്മളെ ഒരു തോന്നൽ തോന്നിപ്പിക്കും, ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നീടുള്ള വേർഡ്സ് ഒന്നും നമ്മൾ അധികം ശ്രദ്ധ കൊടുക്കത്തില്ല. അത് നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയാൻ സാധ്യതയുള്ള ഒരു ഫാക്ട് ആദ്യമേ തന്നെ തന്നു കഴിയുമ്പോൾ നമ്മൾ അതിലോട്ട് ശ്രദ്ധ വെക്കും. അതിനുശേഷം പിന്നെ ഈ ഡേറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കിടന്നാലേ നമ്മൾ കൂടുതൽ ശ്രദ്ധ വെക്കത്തില്ല. അല്ലെങ്കിൽ ഒള്ളീന്നോ എക്സ്ക്ലൂസീവ്ലിന്നോ ഒക്കെ, എക്സ്ക്ലൂസീവ്ലി പൊതുവെ ശ്രദ്ധിക്കാറില്ല, ഒള്ളീന്നൊക്കെ തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കും. ഇവിടെ അങ്ങനെ ഒന്നുമില്ലാതെ ഇറ്റ് ഈസ് എ ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ, മീനിങ് ദി ഡാറ്റ സ്റ്റോർഡ് ഇൻ സെൻട്രൽ സെർവർ ആൻഡ് ആക്സസ്ഡ് ബൈ മൾട്ടിപ്പിൾ പാർട്ടീസ് എന്ന് പറയുന്നത് പൂർണ്ണ സെന്റൻസ് ആയിട്ടൊക്കെ തന്നിരിക്കുക. പക്ഷെ അവിടുത്തെ പ്രശ്നം നോക്കിയേ, ഇറ്റ് ഈസ് എ ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ എന്ന് പറയുന്നിടത്ത് വെച്ച് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് ആ ശ്രദ്ധ കളയുകയാണെങ്കിൽ അവിടെ പെടാൻ പോകുന്ന നോക്കിയേ, മീനിങ് ദി ഡേറ്റ ഈസ് സ്റ്റോർഡ് ഇൻ എ സെൻട്രൽ സെർവർ. കണ്ടോ കണ്ടോ തെറ്റിരിക്കുന്ന വഴി നോക്കിക്കേ. ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ആണ് ബ്ലോക്ക് ചെയിൻ എന്ന് നമുക്കറിയാം. അതായത് ഒരുപാട് സിസ്റ്റത്തിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സിസ്റ്റം. ഓക്കെ, എന്നിട്ട് ഇവിടെ പറയുന്നത് എന്താ? മീനിങ് ദി ഡേറ്റ ഈസ് സ്റ്റോർഡ് ഇൻ സെൻട്രൽ സെർവർ. സെൻട്രൽ സെർവർ സ്റ്റോർ ചെയ്ത് വെക്കും എന്നാണ് ഇവിടെ പറയുന്നത്. സെൻട്രൽ സെർവർ സ്റ്റോർ ചെയ്യുന്നതാണെങ്കിൽ അതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ എന്ന് വിളിക്കത്തില്ലല്ലോ. ശരി, ഇപ്പം കണ്ടോ സ്റ്റേറ്റ്മെന്റ്സ് തെറ്റാനുള്ള സാഹചര്യം. ഇത് നമ്മൾ തിരിച്ചറിയുക എവിടെ ആയിരിക്കും എന്നറിയാവോ? ആൻസർ കീ ഒക്കെ വന്നു കഴിഞ്ഞ് വീട്ടിലെത്തി ആൻസർ കീ നോക്കുമ്പോൾ അയ്യോ എൻ്റെ തെറ്റിപ്പോയല്ലോ എന്ന് വിചാരിക്കും. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്കറിയാവുന്ന കാര്യത്തിൻ്റെ ഒരറിയാവുന്ന ഫാക്ട് സ്റ്റേറ്റ്മെന്റ് തുടക്കത്തിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ അവിടെ വെച്ച് മൈൻഡ് നമ്മൾ ഇത് ട്രൂ ആണ് എന്ന് സെറ്റ് ചെയ്യരുത്. സ്റ്റേറ്റ്മെന്റ് ഫുള്ള് ഒരേ ശ്രദ്ധയോടുകൂടി വായിക്കുക. സോ ഇവിടെ ആദ്യത്തെ തെറ്റിരിക്കുകയാണ്. ആദ്യത്തെ തെറ്റുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട് അല്ലേ? എ ഇല്ല, ബി ഇല്ല, ഡി ഇല്ല. 2 and 3 ആർ റൈറ്റ് എന്ന് നമുക്ക് കിട്ടും. അതായത് നോക്കൂ, once a block is added to the chain, data within it is immutable, making it highly tamper proof. കറക്റ്റ് ആണ്. അതായത് ബ്ലോക്ക് ചെയിനിലേക്ക് ഒരു ഡേറ്റ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ആ ഡേറ്റ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് പറയുന്നത് അത്രയും ടാമ്പർ പ്രൂഫ് ആയിട്ടുള്ള സിസ്റ്റമാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. And transactions on a public blockchain are typically transparent to all participants, but the identities of the parties are pseudonymized. അതായത് പബ്ലിക് ബ്ലോക്ക് ചെയിനിലുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ എല്ലാവർക്കും കാണാം. പക്ഷേ ഈ ട്രാൻസാക്ഷൻ നടത്തിയ വ്യക്തികളെ കുറിച്ചുള്ള അവരുടെ ഐഡന്റിറ്റി എപ്പോഴും എന്തായിരിക്കും? ഹിഡൻ ആയിരിക്കും. സോ 2 and 3 ആർ ദി റൈറ്റ് ആൻസേഴ്സ്. സോ നമുക്കിപ്പോൾ നാഷണൽ ബ്ലോക്ക് ചെയിൻ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ട് സംഭവം പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അറിയാമല്ലോ, നമ്മൾ റീസെന്റ് ടെക്നോളജീസിനെ എല്ലാം സ്വാഗതം ചെയ്യുന്ന ഒരു നേഷനാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം നാഷണൽ ബ്ലോക്ക് ചെയിൻ ഫ്രെയിംവർക്ക് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് കോർ കമ്പോണൻസ് ആയിട്ട് കുറേ പേരുകൾ ഇപ്പം പത്രത്തിലൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുന്നത് നല്ലതാണ്. അതായത് വിശ്വാസ്യ ബ്ലോക്ക് ചെയിൻ സ്റ്റാക്ക്, NBFL ലൈറ്റ്, പ്രമാണിക്ക്, നാഷണൽ ബ്ലോക്ക് ചെയിൻ പോർട്ടൽ എന്നൊക്കെ പറയുന്ന ഡിഫറെൻ്റ് അതിൻ്റെ കമ്പോണൻസ് ഉണ്ട്. സോ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ബ്ലോക്ക് ചെയിൻ ഫ്രെയിംവർക്കിനെ കുറിച്ച് കൂടുതൽ ന്യൂസ് വരികയാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. എന്താ ഈ പ്രോപ്പർട്ടീസ് ഓഫ് ബ്ലോക്ക് ചെയിൻ എന്തൊക്കെയാണെന്നുള്ളത് PIBയുടെ ഒരു റിപ്പോർട്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അത് അതേപോലെ തന്നെ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. സ്മാർട്ട് കോൺട്രാക്ട്സ്, ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ആണ്, ഇമ്മ്യൂട്ടബിൾ ആണ്, ടൈം സ്റ്റാമ്പ്ഡ് ആണ്, പിന്നെ കൺസെൻസസ് അവിടെ ആവശ്യമാണ്, ട്രസ്റ്റഡ് ആണ്, സെക്യൂർഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫീച്ചേഴ്സ് അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ സിമ്പിൾ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഗ്ലോബൽ ഫോറസ്റ്റ് റിസോഴ്സ് അസസ്മെന്റ്. എത്ര പേര് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു അത്. അതിനെ സംബന്ധിച്ച് വരുന്ന ഫാക്ട്സ് പ്രിലിംസിൽ ചോദിക്കാം, അല്ലെങ്കിൽ ആ ഫാക്ട്സ് ഒക്കെ നിങ്ങൾക്ക് മെയിൻസിൽ യൂസ് ചെയ്യാം. നോക്കൂ, ദി ഗ്ലോബൽ ഫോറസ്റ്റ് റിസോഴ്സ് അസസ്മെന്റ് ഈസ് ദി ഒൺലി വേൾഡ് വൈഡ് അസസ്മെന്റ് ബേസ്ഡ് ഓൺ ഒഫീഷ്യൽ നാഷണൽ ഡേറ്റ.
അതായത് ഒഫീഷ്യൽ നാഷണൽ ഡേറ്റ വെച്ചിട്ടുള്ള ഒരേ ഒരു വേൾഡ് വൈഡ് അസസ്മെന്റ് ആണ് ഇത് എന്ന് പറയുന്നു. നമ്മൾ സ്വാഭാവികമായിട്ട് എന്താണ്, ഉള്ളി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെടുക്കും, സ്ട്രാറ്റജിക്കലി എലിമിനേറ്റ് ചെയ്യും അല്ലേ? അവിടെയാണ് ഞാൻ രണ്ടാമത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളുടെ സ്ട്രാറ്റജിയെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫാക്ട് നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ അതേപോലെ ഒരു സിറ്റുവേഷൻ ആണുള്ളത്. ഇത് നമ്മളുടെ സ്ട്രാറ്റജിയെ ഒപ്പോസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് അത് നമ്മൾ പഠിച്ചു വെച്ചേ പറ്റൂ. അതായത് ഫോറസ്റ്റ് റിസോഴ്സ് അസസ്മെന്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ ഫോറസ്റ്റ് GFRA, അതായത് അത്തരത്തിൽ ഒരു വേൾഡ് വൈഡ് അസസ്മെന്റ് വേറെ ഇല്ല. നാഷണൽ ഡേറ്റ, ഒഫീഷ്യൽ നാഷണൽ ഡേറ്റ പ്രകാരം, അതായത് സർക്കാർ പുറത്തിറക്കുന്ന, ഓരോ സർക്കാരുകളും രാജ്യത്തെ സർക്കാരുകൾ പുറത്തിറക്കുന്ന ഒഫീഷ്യൽ ഡേറ്റ പ്രകാരമുള്ള ഒരു അസസ്മെന്റ് ഇത് മാത്രമേ ഉള്ളൂ. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യ റിപ്പോർട്ടർ എ നെറ്റ് ഫോറസ്റ്റ് ഗെയിൻ ഓവർ 1990 to 2025. 90കളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ 2025 വരെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് നെറ്റ് ഫോറസ്റ്റ് ഗെയിൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് കാടിന്റെ അളവ് കൂടിയിട്ടുണ്ട്. ഇത് ട്രൂ ആണ്. ഇത് നമ്മളുടെ സ്റ്റേറ്റ് ഓഫ് ദി ഫോറസ്റ്റ് റിപ്പോർട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ന്യൂസ് പേപ്പർ മെറ്റീരിയൽ എടുത്ത് നോക്കിയാലും നമുക്ക് അവിടെ ഒക്കെ കാണാം ഇന്ത്യയിലെ ഫോറസ്റ്റ് കവർ കൂടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ആൻഡ് തേർഡ് വൺ, ഗ്ലോബലി ഇന്ത്യ അക്കൗണ്ട്സ് ഫോർ റഫ്ലി 13% ഓഫ് ദി വേൾഡ്സ് ടോട്ടൽ ഫോറസ്റ്റ് ഏരിയ. ലോകത്തിലെ ഫോറസ്റ്റ് ഏരിയയുടെ 13% ഇന്ത്യയിലാണെന്ന് പറയുമ്പോൾ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു നമ്പരേ അല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ലോകത്തിന്റെ 13% എന്നാ പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ കാടുകളുണ്ട് എന്ന് കരുതി ലോകത്തിന്റെ മറ്റു ഭാഗത്തുമുള്ള കാടുകളെ വെച്ചൊന്നും കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ അത്ര ഭീകര കാടുകളൊന്നും അല്ല അല്ലേ? ഇപ്പൊ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആമസോൺ റെയിൻ ഫോറസ്റ്റ് എടുക്കുക, ഇന്ത്യയിലെ റെയിൻ ഫോറസ്റ്റ് അല്ല, ഇന്ത്യയിലെ ടോട്ടൽ ഫോറസ്റ്റുകൾ എടുക്കുക, കമ്പാരിസന് വലിയ അർത്ഥമൊന്നുമില്ല. ഇനി ഇത് ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മൾ സംസാരിച്ചത് ഒരു കോണ്ടിനെന്റിലെ കേവലം ഒരു ഇതിനെ കുറിച്ചാണ്, അതായത് ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആണ് സൗത്ത് അമേരിക്കയിലെ ഒറ്റ റെയിൻ ഫോറസ്റ്റിനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. അവിടെ വേറെ ഫോറസ്റ്റുകളുണ്ട്. ഇനി അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ യൂറോപ്പ് നിറയെ ഫോറസ്റ്റുകളാണ് അല്ലേ? അപ്പൊ ഇങ്ങനെ പരന്നു കിടക്കുന്ന ഫോറസ്റ്റുകളുടെ 13% ഇന്ത്യയിലാണ് എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ നമുക്കാവില്ല. ഇത് നിങ്ങൾക്ക് റോങ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോഗ്രഫിയെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉണ്ടാവണം. ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് വേൾഡ് ജോഗ്രഫിയെ കുറിച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ റഫ് കാൽക്കുലേഷൻ നടത്താനൊക്കത്തുള്ളൂ. അപ്പൊ ഇവിടെയാണ് പ്രിലിംസ് എങ്ങനെ പഠിക്കണം എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടേണ്ടത്. നമുക്ക് നമ്മുടെ ബേസിക് ടെക്സ്റ്റുകളിൽ കൊടുത്തിട്ടുള്ള ആ സ്പെസിഫിക് ഡീറ്റെയിൽസ്, ഇപ്പോൾ ജോഗ്രഫി ആണെങ്കിൽ NCERT ടെക്സ്റ്റിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ അതെല്ലാം പഠിച്ചു വെച്ചിരിക്കണം. അതിനൊപ്പം നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് വേൾഡ് മാപ്പിൽ ഒന്ന് നോക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. ലോകത്തുള്ള രാജ്യങ്ങളെക്കുറിച്ച്, ലോകത്തെ എങ്ങനെയാണ് ഫോറസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്, എങ്ങനെയാണ് ഡെസേർട്ടിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്, എങ്ങനെയാണ് ഗ്ലേഷ്യർ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്, ഇങ്ങനത്തെ ഒരു ബേസിക് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കുന്നത് എപ്പോഴും വളരെ നല്ലതാണ്. മനസ്സിലായില്ലേ? കാരണം അതൊക്കെയാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതൊക്കെ സ്മാർട്ട് വർക്ക്. അപ്പം അങ്ങനെ പഠിച്ചു വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഏത് രീതിക്ക് സ്റ്റേറ്റ്മെന്റ് തന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ എഴുതാൻ പറ്റും. സോ ദാറ്റ് മേക്സ് അവർ റൈറ്റ് ആൻസർ ഈസ് 1 and 2 only. നോക്കൂ, ഈ അസസ്മെന്റ് ആരാ പുറത്തുവിടുന്നത്? ഇറ്റ്സ് പബ്ലിഷ്ഡ് ബൈ FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ആണ് GFRA എന്ന് പറയുന്ന റിപ്പോർട്ട്. ആൻഡ് 32% ഓഫ് വേൾഡ്സ് ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആണ്. ലോകത്തിന്റെ ലാൻഡ് ഏരിയയുടെ 32% ഫോറസ്റ്റ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഉള്ളത് എവിടെയാണ്? യൂറോപ്പിലാണ്. യൂറോപ്പിൽ ലോകത്തിന്റെ ഫോറസ്റ്റ് ഏരിയയുടെ 25% യൂറോപ്പിൽ തന്നെയാണ്. ആൻഡ് ഒരു 5 രാജ്യങ്ങളിലാണ് 54% ഓഫ് ദി വേൾഡ്സ് ഫോറസ്റ്റ് സ്പ്രെഡ് ആയി കിടക്കുന്നത്. റഷ്യ, ബ്രസീൽ, കാനഡ, US ആൻഡ് ചൈന. ഈ 5 രാജ്യങ്ങളും കൂടെ എടുക്കുമ്പോൾ ലോകത്തെ ഫോറസ്റ്റ് കവറിന്റെ 54% അവിടേക്ക് പോകുന്നു. Next question, which of the following are the key focus areas of Pradhan Mantri Ayushman Bharat Health Infrastructure Mission? അതായത് ആയുഷ്മാൻ ഭാരത് ആ മിഷന്റെ കീഴിൽ വരുന്ന ഒരു സബ്മിഷനാണ് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്ഗ്രേഡ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഫ്രം പ്രൈമറി ടു ടെർഷ്യറി ലെവൽസ്. പ്രൈമറി ഹെൽത്ത് കെയർ സെന്ററെ ടെർഷ്യറി ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുക. സ്വാഭാവികം ആവാമല്ലോ, നമുക്ക് തെറ്റ് പറയാനായിട്ടൊന്നുമില്ല.
Establish critical care hospital blocks in all districts with population more than 5 lakhs. 5 ലക്ഷത്തിന് മുകളിൽ പോപ്പുലേഷനുള്ള എല്ലാ ജില്ലകളിലും ക്രിട്ടിക്കൽ കെയർ ഹോസ്പിറ്റൽ ബ്ലോക്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അവിടെയും തെറ്റ് പറയാനായിട്ടൊന്നും കാണുന്നില്ല. വേണമെങ്കിൽ 5 ലക്ഷം എന്നുള്ളത് മാത്രം നമുക്ക് ഡൗട്ട് അടിക്കാം. ഓക്കെ. ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇന്റഗ്രേറ്റഡ് പബ്ലിക് ഹെൽത്ത് ലാബ്, അവിടെയും തെറ്റ് പറയാനായിട്ടൊന്നും കാണുന്നില്ല. സി, ഈ ടൈപ്പ് ചോദ്യങ്ങൾ UPSC തരും. നമ്മളവിടെ വേണ്ടാത്ത തെറ്റുകളൊന്നും കണ്ടുപിടിക്കരുത്. മനസ്സിലായില്ലേ? അതായത് എല്ലാം ശരിയായിട്ട് തരുന്ന സാധനത്തിൽ അത് നമ്മൾ പോയിട്ട് കുത്തിയിരുന്ന് തെറ്റ് കണ്ടുപിടിക്കുന്ന ഒരു പ്രവണത പൊതുവെ ആസ്പിറൻസിന്റെ ഇടയിലുണ്ട്. അതിന് നിൽക്കരുത്, ദൈവത്തെ ഓർത്ത്. ഞാൻ പറഞ്ഞല്ലോ, തെറ്റ് എവിടെ ഇപ്പൊ നിങ്ങൾക്ക് ആ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ വേണമെങ്കിൽ മോർ ദാൻ 5 lakhs എന്നുള്ളത് ഒരു തെറ്റുണ്ടോ എന്ന് സംശയിക്കാം. അത് സ്വാഭാവികമാണ്. പക്ഷെ അല്ലാത്തടത്തൊന്നും കയറിയിട്ട് എന്താണ് ഡൗട്ട് അടിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. ആൻഡ് ആയുഷ്മാൻ ഭാരത് സ്കീമിന്റെ 4 പില്ലറിൽ ഒന്നാണ് ഈ പറയുന്ന ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ എന്ന് പറയുന്നത്. ഒരു വലിയൊരു ഏരിയ ആണ്. നിങ്ങൾക്ക് മെയിൻസിലേക്ക് യൂസ്ഫുൾ ആവുന്ന കുറേ പോയിന്റ്സ് അത് വായിച്ചു കഴിഞ്ഞാൽ കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് എന്തിനാ SDG 3 എന്ന് പറയുന്നത് അക്കംപ്ലിഷ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ മിഷൻസ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. SDG 3 എന്താണ്? ഞാൻ കഴിഞ്ഞ മുന്നത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ആ SDGs 17 എണ്ണവും പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. അറ്റ്ലീസ്റ്റ് ആദ്യത്തെ ഒരു 6-7 എണ്ണമെങ്കിലും പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. ആൻഡ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദി ടേം ക്വാണ്ടം സ്ക്രാംബ്ലിംഗ്? വീണ്ടും സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നൊരു ചോദ്യമാണ്. ക്വാണ്ടം സ്ക്രാംബ്ലിംഗ്. സി, ഈ ക്വാണ്ടം സയൻസിനെ കുറിച്ച് കുറേ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറേ മെറ്റീരിയൽസ് ഈയിടെയായിട്ട് ന്യൂസിൽ വരുന്നുണ്ട്. ഇതൊന്നും നമുക്ക് അറിയണം എന്നില്ല. നോക്കൂ, സ്ക്രാംബ്ലിംഗ് എന്താ? സ്ക്രാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ സ്ക്രാമ്പിൾഡ് എഗ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? സ്ക്രാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന അർത്ഥമല്ലേ? റാൻഡം അല്ലേ? റാൻഡം ആക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ക്വാണ്ടം സ്ക്രാംബ്ലിംഗ് എന്തോ റാൻഡം ആക്കുന്നതിനെ കുറിച്ചായിരിക്കാം സംസാരിക്കുന്നത്. ഈ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് നോക്കൂ, അല്ലെ ഓപ്ഷൻസിലേക്ക് നോക്കൂ. ഓക്കെ, ഓപ്ഷൻ എ, മെക്കാനിസം ബൈ വിച്ച് ക്വാണ്ടം ഇൻഫോർമേഷൻ സ്പ്രെഡ്സ് ത്രൂ ഔട്ട് എ മെനി ബോഡി സിസ്റ്റം മേക്കിംഗ് ഇറ്റ് അപ്പിയർ ടു ലോസ് ടു എനി ലോക്കൽ ഒബ്സർവർ. ആവാം. സ്പ്രെഡ്സ് ത്രൂ ഔട്ട് മെനി ബോഡി സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. അത് സ്പ്രെഡ് ആവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു റാൻഡത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. Option B, the entanglement between two particles where measuring the state of one instantaneously affects the state of other regardless of distance between them. ഇവിടെ എന്താ entanglementനെ കുറിച്ചാണ് പറയുന്നത്. അതായത് കെട്ടുപിണഞ്ഞു കിടക്കുന്നു. അത് നമ്മുടെ റാൻഡവും തമ്മിൽ വലിയ ചേർച്ച ഫീൽ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇതിനെ എലിമിനേറ്റ് ചെയ്യുന്നു. Option C, spontaneous decay of an excited atom back to its ground state through the emission of a photon. അതും ഒന്നുമില്ല, കാരണം DK കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. അവിടെ റാൻഡം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കിട്ടുന്നില്ല. ഓപ്ഷൻ ഡി, an effect where frequent measurements of an unstable quantum system can prevent it from decaying. അവിടെയും ഓൾമോസ്റ്റ് എന്താ ഒരു ഡീക്കേയിങ്ങിനെ കുറിച്ചുള്ള ചർച്ചയാണ് വരുന്നത്. അവിടെയും റാൻഡം എന്ന് പറയുന്ന സാധനം ഒന്നും കിട്ടുന്നില്ല. സോ ദാറ്റ് മീൻസ് അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഇനി നോക്കൂ, ക്വാണ്ടം സ്ക്രാംബ്ലിംഗ് നിങ്ങൾക്ക് മെയിൻസ് ഒക്കെ ആൻസർ എഴുതുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വാക്കാണ്. കാരണം എന്താ? ഇവിടെ പറയുന്ന നോക്കൂ, ദി മെക്കാനിസം ബൈ വിച്ച് ക്വാണ്ടം ഇൻഫോർമേഷൻ സ്പ്രെഡ്സ് ത്രൂ ഔട്ട് മെനി എ ബോഡി സിസ്റ്റം. അതായത് ക്വാണ്ടം ഇൻഫോർമേഷനെ ഡിഫറെന്റ് സിസ്റ്റത്തിലേക്ക് സ്പ്രെഡ് ചെയ്തങ്ങിടും. ഒരുപാട് സിസ്റ്റത്തിലേക്ക് ഈ ഇൻഫോർമേഷൻ സ്പ്രെഡ് ചെയ്ത് അതിന്റെ പാർട്സ് ആയിട്ട് സ്പ്രെഡ് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരാളുടെ പേര് ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ എന്നുള്ള ഒരു പേരായിരിക്കും. അപ്പോൾ എന്താ നെയിം സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുമ്പോൾ നെയിമിന്റെ ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയുന്നത്, N ഒരെണ്ണത്തിനകത്തായിരിക്കും. നെയിമിന്റെ ഇങ്ങനെ കിടക്കും. ഒരു കോളൻ ഉണ്ട്, സച്ചിൻ SACH ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുവാണെന്ന് കരുതുക. മനസ്സിലായില്ലേ? ഒരു 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 ലോക്കൽ ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻഫോർമേഷൻ ഒരിക്കലും അവർക്ക് എന്താണ് അടുക്കി വെച്ച് ഇതിനകത്ത് എന്താണ് ഇൻഫോർമേഷൻ എന്നുള്ളത് മനസ്സിലാവത്തില്ല. അപ്പം അതാണ് ക്വാണ്ടം സ്ക്രാംബ്ലിംഗ്. അതായത് ക്വാണ്ടം ഇൻഫോർമേഷനെ ഒരുപാട് ബോഡികളിലേക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് എന്താണെന്ന് ഒരു സാധാരണ ആളിന് മനസ്സിലാവാത്ത രീതിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. ഇതാണ് ക്വാണ്ടം സ്ക്രാംബ്ലിംഗ്. അതായത് ഡേറ്റ ടാമ്പർ പ്രൂഫ് ആക്കി വെക്കാൻ ഇത് സഹായിക്കും. ഈ ഡേറ്റ ഒരാൾക്ക് തിരിച്ച് കണ്ടെത്തി കൊണ്ടുവരുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ പരിപാടിയാണ്. വീണ്ടും ഇന്റർനാഷണൽ റിലേഷൻ വന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദീസ് കൺട്രീസ് ബോർഡേഴ്സ് ദി വഖാൻ കോറിഡോർ? ന്യൂസിലുണ്ടായിരുന്നല്ലോ, എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന പേരായിരിക്കും വഖാൻ കോറിഡോർ. കാരണം എന്താ? നിങ്ങൾ IR പഠിക്കുമ്പോൾ
ചുമ്മാ അത് കേവലം പഠിക്കാനായിട്ട് പഠിക്കരുത്. മനസ്സിലായില്ലേ? അതിനെ അതിൻ്റെ താല്പര്യത്തോടു കൂടി പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെനക്കെടാതെ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് IR എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ റിലേഷൻസ്. അതിനകത്ത് ഈയിടെ വന്ന ഏറ്റവും വലിയൊരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താ, ഇന്ത്യയും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെന്റുമായിട്ട് ചർച്ചയ്ക്കിരുന്നു, അല്ലെങ്കിൽ അവർ ഒരുമിച്ചൊരു വേദിയിൽ വന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇതിനെ ഏറ്റവും അടുക്കാതിരുന്നിരുന്ന നമ്മുടെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ, അദ്ദേഹവും അവരുടെ ഫോറിൻ മിനിസ്റ്ററും കൂടെ ഒരുമിച്ച് വേദി പങ്കെടുത്ത് നമ്മൾ കണ്ടില്ലേ. അതായത് ഭയങ്കര ഒരു പോസിറ്റീവ് സൈനാണ് ഇന്ത്യയുടെ അഫ്ഗാൻ റിലേഷനിൽ. കാരണം അഫ്ഗാൻ എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു പാർട്ട്ണറാണ്. അതേപോലെ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും ഇന്നത്തെ വേൾഡ് സിനാരിയോയിൽ അവർക്ക് ഏറ്റവും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആവശ്യമുള്ള ഒരു പാർട്ട്ണറാണ്. ഈ തിരിച്ചറിവ് രണ്ടുപേർക്കും പോസിറ്റീവായിട്ട് ഉണ്ടാവുക. അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്നേക്കുന്ന അവരുടെ ഫോറിൻ മിനിസ്റ്ററിൻ്റെ ഇങ്ങോട്ടുള്ള വരവും ഒക്കെ. മനസ്സിലായി? ഇനി ഇതിനെ നമ്മൾ കുറേ വേൾഡ് ഇവൻസുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് IRന്റെ രസം ഫീൽ ചെയ്യുക. കൂടുതൽ പറഞ്ഞ് ഞാനിവിടെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് വഖാൻ കോറിഡോർ ന്യൂസിൽ വന്നിരിക്കുന്നത്. വഖാൻ കോറിഡോർ എവിടെയാണ്? വഖാൻ കോറിഡോർ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാന്റെ ഒരു നോർത്ത് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് എന്ന് പറയാം, നോർത്ത് ഈസ്റ്റിൽ കിടക്കുന്ന ചെറിയൊരു സ്ട്രിപ്പ് ഓഫ് ലാൻഡാണ്. ആ ലാൻഡിനെ ബോർഡർ ചെയ്യുന്ന കൺട്രീസ് ഇതിൽ ഏതൊക്കെ എന്നാണ് ചോദ്യം. എന്തുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം വന്നു? ബിക്കോസ് വേറൊന്നുമല്ല, വണ്ണായിട്ട് കിടക്കുന്ന ഇന്ത്യ കറക്റ്റ് ആൻസർ ആണ്. അതാണ് അതിൻ്റെ നമ്മളുടെ ഹൈലൈറ്റ്. അതായത് ഇന്ത്യക്ക് അഫ്ഗാനുമായിട്ട് ബോർഡർ ഉണ്ട്, ഇൻ റിയാലിറ്റി ബോർഡർ ഉണ്ട്. പക്ഷെ പ്രാക്ടിക്കാലിറ്റിയിൽ അതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എന്താ? പാക് ഒക്യുപ്പേഷനും ഒക്കെ കാരണം നമ്മുടെ അവിടുത്തെ, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജമ്മു കാശ്മീരിൻ്റെ, അല്ലെങ്കിൽ പഴയ ജമ്മു കാശ്മീർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലഡാക്കിൻ്റെ ഏറ്റവും മുകളിലത്തെ ഈസ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഒരു തലയിലൊരു കെട്ടുപോലൊക്കെ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതാണ് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ ഏരിയ. സോ ബേസിക്കലി ഇപ്പോൾ ആരുടെ കയ്യിലാണ്? പാകിസ്ഥാൻ്റെ കയ്യിലാണ് അത്. പക്ഷേ എസെൻഷ്യലി ഇൻ്റഗ്രലി ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഇന്ത്യ. മനസ്സിലായില്ലേ? നമ്മുടെ ഇന്ത്യയുടെ പാർട്ടാണത്. ഇപ്പൊ പാകിസ്ഥാൻ കൈയടക്കി വെച്ചേക്കുന്നതിലും നമ്മൾക്കത് ഇന്ത്യയുടെ പാർട്ട് തന്നെയാണ്. അവിടെയാണ് ഈ പറയുന്ന വഖാൻ കോറിഡോർ ഉള്ളത്. മനസ്സിലായില്ലേ? അതായത് ഇന്ത്യയുടെ ബോർഡറിങ് കൺട്രീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾ അഫ്ഗാന്റെ പേര് പറഞ്ഞിരിക്കണം. ബിക്കോസ് നമ്മളുടെ ഇന്നത്തെ യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്ക് ഹാസ് എ ബോർഡർ വിത്ത് അഫ്ഗാനിസ്ഥാൻ ആൻഡ് ദാറ്റ് പ്ലേസ് ഈസ് കോൾഡ് വഖാൻ കോറിഡോർ. അപ്പം ഇന്ത്യ ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്. ഇനി ചൈനയുണ്ടോ, ഉസ്ബെക്കിസ്ഥാൻ ഉണ്ടോ, തജീക്കിസ്ഥാൻ ഉണ്ടോ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ചൈന ഉണ്ടോ? അല്ലെങ്കിൽ അടുത്തത് ഉസ്ബെക്ക് ആണോ തജീക്ക് ആണോ അതോ ഇത് രണ്ടും ഉണ്ടോ? എന്തായാലും നമുക്ക് ഈ ഓപ്ഷൻ അങ്ങ് മാറിക്കിട്ടും. കാരണം ഇന്ത്യയും പാകിസ്ഥാനും എന്തായാലും ഉണ്ടാവണം, അഫ്ഗാന്റെ ആ ഒരു ഭാഗമായിട്ട് ബോർഡർ ചെയ്തിട്ട് ഉണ്ട്. ഇനി അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്താ നോക്കിക്കോളൂ, ഇവിടെ ഞാനൊരു ഇമേജ് കാണിക്കും. കണ്ടോ, ഇതാണ് വഖാൻ കോറിഡോർ എന്ന് പറയുന്നത്. ആ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് വഖാൻ കോറിഡോർ. കണ്ടോ, ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മുടെ ലഡാക്കുമായിട്ട് ബോർഡർ ചെയ്യുന്ന ഏരിയ. ഉണ്ടോ? വളരെ ചെറിയൊരു ബോർഡർ മാത്രമേ ഉള്ളൂ. അതായത് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ ലാൻഡ് ബോർഡർ എന്ന് പറയുന്നത് ആരുമായിട്ടാണ്? അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്കും അഫ്ഗാന്റെ വഖാൻ കോറിഡോറും തമ്മിൽ ചെറിയൊരു ബോർഡർ നമുക്കുണ്ട്. ഈ ഒരു ബോർഡർ, ഇതാണ് അഫ്ഗാനുമായിട്ട് നമുക്ക് യഥാർത്ഥത്തിലുള്ള ബോർഡർ. പക്ഷെ ഈ ഏരിയ എന്താണ്? ഇപ്പൊ ഈ ഏരിയ അണ്ടർ പാകിസ്ഥാനാണ്. മനസ്സിലായില്ലേ? പാകിസ്ഥാന്റെ കയ്യിലിരിക്കുക. പക്ഷെ നമ്മൾക്ക് അങ്ങനല്ല, ഇറ്റ്സ് ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അഫ്ഗാനുമായിട്ട് ബോർഡർ ഉണ്ട്. ചൈനയ്ക്കും ചെറിയ ബോർഡർ ഉണ്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ ചൈനയുടെ ബോർഡർ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ചൈനയുടെ ബോർഡർ. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയ ബോർഡറാണ്. ചെറുതാണെങ്കിലും ഭയങ്കര സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ചൈനയുടെ സിൻജിയാങ് പ്രൊവിൻസിലുള്ള ഉയ്ഗൂർ മുസ്ലിംസും ഇവിടുത്തെ അഫ്ഗാനിലുള്ള താലിബാൻ ഭരണകൂടവും തമ്മിൽ ഒരു ടൈപ്പിലാവാതിരിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ബോർഡർ ഹൈലി സെക്യൂർ ആക്കേണ്ടത് ചൈനയുടെ ആവശ്യമാണ്. മാത്രമല്ല ഇതുവഴി കൂടുതൽ കണക്ടിവിറ്റി വരേണ്ടതും അവരുടെ ആവശ്യമാണ്. ഓക്കെ, ഇനി അതുകൂടാതെ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത് എവിടാ? ഇങ്ങ് കിടക്കുന്ന സ്ഥലമാണ്.
ഇവിടെ ബോർഡർ ചെയ്യുന്ന ആരാ? തജീക്കിസ്ഥാനാ. സോ ഉസ്ബെക്കിസ്ഥാൻ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. 4 വെട്ടിക്കളഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വരുന്നത് ഏതാ? 1, 2, 3 ആൻഡ് 5 എന്ന് പറയുന്ന ബി ഓപ്ഷനാണ് നമുക്ക് വരുന്നത്. നിങ്ങൾ ഇവിടുത്തെ ഈ സെൻട്രൽ ഏഷ്യൻ കൺട്രീസ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. മനസ്സിലായില്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജീക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അതിൻ്റെയൊക്കെ മുകളിലാണ് കസക്കിസ്ഥാൻ കിടക്കുന്നത്. ടു ടക്ക് അങ്ങനെ പഠിച്ചു നോക്കൂ. ടു ടക്ക്. ഓക്കെ. അപ്പൊ തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജീക്കിസ്ഥാൻ, ഇതിന്റെ മുകളിൽ കിർഗിസ്ഥാൻ, ഇതിന്റെയൊക്കെ മുകളിൽ കസക്കിസ്ഥാൻ. ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ ഒരു ഓർഡർ നമുക്ക് കിട്ടും. അപ്പൊ നോക്കൂ, അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യക്ക് ബോർഡർ ഉണ്ടോ? ഉണ്ട്. എവിടെയാണ്? വഖാൻ കോറിഡോറിൽ. ചൈനയ്ക്കുണ്ടോ? ഉണ്ട്. വഖാൻ കോറിഡോറിൽ. ഇപ്പൊ ക്ലിയർ ആയോ? അപ്പം ഇന്റർനാഷണൽ റിലേഷൻസ് ഈ രീതിക്ക് പഠിച്ചു വെക്കുക.